മാധ്യമം പത്രം ആശ്വാസവും കടത്തിൽ മുന്നായിട്ട് വാചാലമായി മൗനം. നമ്മുടെ ജയചന്ദ്രൻ സാറ്, ഗായകൻ ജയചന്ദ്രൻ സാർ ഇന്നലെ അന്തരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂണത്തെ വീടുകളിൽ ഗായകൻ പി ജയചന്ദ്രനെ ഭാര്യ ലളിത ഇവിടെ പറയുന്ന ഫോട്ടോ കൊടുത്തുകൊണ്ട് ജയചന്ദ്രൻ്റെ ഹസ്ബൻഡ് ആശ്വാസവും കടത്തിൽ. അതിൻ്റെ കടാശ്വാസ പദ്ധതിയിൽ അപേക്ഷിക്കാനാകാതെ കർഷകർ. കടാശ്വാസത്തിന് പരിഗണിക്കാവുന്ന വായ്പാ തീയതി 9 വർഷം മുമ്പത്തേത്. കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടും പണം കിട്ടാതെ ബാങ്കുകൾ. കർഷകരെ ബുദ്ധിമുട്ടാക്കിയാൽ പണി കിട്ടും. നക്കാൻ കിട്ടില്ല പിന്നെ പറഞ്ഞാൽ. സമ്പൽ ഷാഹി മസ്ജിദ് കിണറിന് സമീപം പൂജയ്ക്ക് അനുമതിയില്ല. എന്താ ഇപ്പോൾ അനുമതിക്ക് കുട്ടികളും അവിടെ കൊടുത്താളി. വെറുതെ പരിസ്ഥിതി തുടരാൻ സുപ്രീം കോടതി ഉത്തരവ്. സുപ്രീം കോടതി എന്താലേ, സുപ്രീം കോടതി ഉത്തരവേ നിലവിലെ സ്ഥിതി തുടരണം. കോളേജ് അതൊക്കെ മറ്റൊക്കെ തന്നെ പേരും മക്കളെ എന്തായാലും ഒക്കെ കുറ്റപ്പെടുന്നുണ്ട്. അതിൻ്റെ പള്ളികൾ പിടിക്കുക. 1500 വർഷം ആയിട്ടുള്ളൂ ഇസ്ലാം മതം വന്നിട്ട്. 1500 വർഷം. അതിൻ്റെ പിന്നിലേക്കാണ് മറ്റേ വന്നിട്ടുള്ളത്. അത് ക്രിസ്തുമതം വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ മുന്നുണ്ട് ക്രിസ്തുമതം, അതിൻ്റെ മുന്നുണ്ട്. പിന്നെ ഹിന്ദുമതമൊക്കെ അതിന് മുന്നുണ്ട്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഒരു പള്ളിയുടെയും 1500 വർഷം മുന്നത്തെ രേഖ പരിശോധിച്ചാൽ ശരിയാക്കാറല്ലോ. ക്രിസ്ത്യമതം അങ്ങനെ കാരണം ഒക്കെ അങ്ങനെ കാരണം. ഇപ്പോൾ നാട്ടിലുള്ള ചില സ്ഥലങ്ങളിലുള്ള ഹിന്ദുക്കളെ പരിശോധിച്ചാലോ ഒരു വർഷമാണെങ്കിൽ അത് വേറെ നിലക്കാരം രേഖകൾ അല്ലേ. 100, 200, 300, 400 കൊല്ലം മുന്നൊക്കെ അമ്പലങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ആ ഭൂമിയൊക്കെ വേറെ നിലക്കാരം. ഇവിടെ 1500 കൊല്ലം മുമ്പത്താണ് പരിശോധിക്കണത്. പക്ഷെ ഉറപ്പനല്ലേ വേറെ പോയി ഇസ്ലാം മതം വരുന്നതിൻ്റെ മുന്നുള്ള രേഖകൾ പരിശോധിക്കുക. ഇത് പള്ളി മാത്രമൊന്നുമല്ല. പോയി നാട്ടിലുള്ള ഓരോരോ ജന്മിമാരെ ഭൂമികളും എല്ലാം അങ്ങനെ തന്നെക്കാരം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒക്കെ മറ്റു പ്രസ്തുതേക്കാരം അവർ കൊടുത്തതേക്കാരം അല്ലെ അവരോട് വാങ്ങിയതേക്കാരം. എന്നിട്ട് അതും പരിശോധിച്ച് നടക്കുന്നത്. എന്നിട്ട് പേര് ഗർ വാപ്പസ്. 1500 കൊല്ലം മുന്നത്തെ ഗർക്കണം. വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഒരു പേരും ഗർ വാപ്പസ് ചേർന്നായിട്ടുള്ള ഒരു നടപ്പിലാക്കിക്കൊണ്ട് ഇപ്പോൾ പള്ളികൾ കേന്ദ്രീകരിച്ച പള്ളികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ പള്ളിക്ക് കയറി വരും. ക്രിസ്ത്യൻ പള്ളിയും മറ്റേ മുസ്ലിം പള്ളിയും ഒക്കെ പരിശോധിച്ചാലും അവരുടെ ആ കാലഘട്ടത്തിന് മുന്നേ എല്ലാം അങ്ങനെ തന്നെ ഇല്ലല്ലോ. ആ ഭൂമി വേറെ അതിലേക്കാരും. ഇപ്പോൾ നാട്ടിൽ താമസിക്കുന്ന ഓരോ വീടുകാരനും ആ സ്ഥലമൊക്കെ വലുതാ. ഇപ്പോൾ വെറുതാണ്. അതിന് മുന്നേ ആളെ പരിശോധിക്കുക ആ സ്ഥലത്തിൻ്റെ. അപ്പോൾ അത് വല്ല വേറെ അതിലേക്ക് വല്ല നായന്മാരതോ അല്ലെങ്കിൽ അമ്പൂരിമാരോ അല്ലെങ്കിൽ വേറെ ഹിന്ദു സമൂഹത്തിൻ്റെ ക്രിസ്ത്യാനോ അത് നന്നതേക്കാരം. അതുപോലെ പിടിച്ചു വാങ്ങല ചിലപ്പോൾ നടക്കണേ. വല്ലാത്തൊരു നിയമം. നാട്ടിൽ നമ്മൾ താമസിക്കുന്ന ഓരോരോ ഇതും അങ്ങനെ തന്നെയാണ്. ഒരു വശമാണ് ഇപ്പോൾ ഇവർ നിയമം ഈ മന്ത്രിമാരും ഇവരൊക്കെ താമസിക്കണ ഭൂമിൻ്റെ ആധാരമൊക്കെ പരിശോധിക്കാൻ കുറേ മുന്നൊക്കെ വരുമ്പോൾ ഇപ്പം ചിലപ്പോൾ വേണമെങ്കിൽ മുസ്ലിമിൻ്റെ കയ്യിലൊക്കെ പോകുന്നേക്കാരെ, ചിലപ്പോൾ ക്രിസ്ത്യാനിയുടെ കയ്യിലൊക്കെ പോകുന്നേക്കാരം. പരിശോധിച്ചാൽ അടിയാധാരം ബേക്കോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവകാശങ്ങൾ മാറും. ഇതുപോലത്തെ പറയാൻ പറ്റുമോ? ഇപ്പോൾ നിലവിൽ നമ്മൾ താമസിക്കുന്ന നമ്മളെ വീട് അതിൻ്റെ അടിയാധാരം പരിശോധിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും നമ്പരിമാതേക്കാരം അല്ലെങ്കിൽ അതിൻ്റെ അടിയാധാരം പരിശോധിക്കുക. ഏതെങ്കിലും ഹിന്ദു ഇവട്ടറാക്കാതോ ക്രിസ്ത്യൻസിൻ്റെ അതിലേക്കാരം അത് പിടിച്ചെടുക്കല. അതിലൊക്കെ പിടിച്ചു പറയുന്നത് പറയല്ലേ. അതിന് പള്ളിയായാലും അമ്പലമായാലും ക്രിസ്ത്യൻ പള്ളിയായാലും എന്ത്